മലപ്പുറം എടവണ്ണപ്പാറയിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി അതിജീവിത. പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികളെ പ്രതി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. വിവരം പുറത്തു പറഞ്ഞാൽ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി. മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ പ്രോസിക്യൂട്ടറും പോലീസും സഹായിച്ചില്ല എന്നും അതിജീവിത റിപ്പോർട്ടറോട് പറഞ്ഞു. ഞാനവിടെ കളിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് സെക്ഷലി പല അബ്യൂസും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ശരീരത്തിലെ പല ഭാഗത്തും എന്നല്ല, മുഴുവൻ ഭാഗത്തും മൂപ്പരെ കൈയെത്തിയിട്ടുണ്ട്. താൻ പരമഗുരു ആണെന്നും മനസ്സും ശരീരവും തനിക്ക് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ചൂഷണം. ഞാൻ പരമഗുരു ആണ്, പരമഗുരുവിനെ അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുള്ളൂ, പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. നേരത്തെ അതിജീവിതയുടെ പരാതിയിൽ സിദ്ദിഖ് അലി പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നു. എന്നാൽ മൊഴി മാറ്റിയതിനെ തുടർന്ന് കുറ്റവിമുക്തനായി. പ്രതിയുടെ അഭിഭാഷകന്റെ ഭീഷണി മൂലമാണ് മൊഴി മാറ്റിയതെന്ന് അതിജീവിത. കേസിന് പിന്മാറാൻ സിദ്ദിഖ് അലി മാഷിന്റെ അഭിഭാഷകനെ എൻ്റെ ഉപ്പേനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പേനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉപ്പേനെ, ഇയാളെ മകന് വളർന്നു വരുന്നൊരു പയ്യനാണ്, ഞാൻ പുറത്ത് പഠിക്കാൻ പോണതാണ്, അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്തോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റൂല. കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറും പോലീസും തന്നെ പിന്തുണച്ചില്ലെന്നും അതിജീവിത റിപ്പോർട്ടറിനോട് പറഞ്ഞു. പോലീസുകാർ ഞങ്ങളോട് ഭീഷണിയൊക്കെ വന്നതിന് ശേഷം പോലീസുകാർ പറഞ്ഞത് കേസ് പിൻവലിക്കുന്നത് തന്നെയാവും നല്ലത്, നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. കൂടുതൽ പോലീസ് ഉണ്ടായിരുന്നു, ഒരു ലേഡി പോലീസ് ഉണ്ടായിരുന്നു, അവരാണ് സംസാരിച്ചത് മുഴുവൻ. അതിജീവിതയുടെ ആദ്യ പരാതിയിൽ തന്നെ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പ്രതി സിദ്ദിഖ് അലി ശിക്ഷിക്കപ്പെടുകയും നിരവധി കുട്ടികൾ ലൈംഗിക ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല, ചാലിയാറിൽ ഒരു 17കാരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.